ഒന്നിനെ ഞാൻ വെച്ചേക്കൂല. ഇതിൽ ഒരെണ്ണം പോലും വെച്ചിട്ടില്ല. കല്യാണം വേണ്ടി അടിയോട്ടാക്കി ഇവിടെ വന്നിരിക്കുന്ന എന്റെ പൊന്നളിയ പപ്പടം പൊടിഞ്ഞു എന്ന് പറഞ്ഞ് എന്തിനാണ് അടിയോട്ടാക്കിയത്? അളിയ എല്ലാവർക്കും ഈ വട്ടത്തിലുള്ള പപ്പടം കൊടുത്തു. എനിക്ക് വന്നപ്പോ മാത്രം എന്താ ഇങ്ങനെ പൊടിച്ചു കൊണ്ടുവന്നത്? അളിയ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ പൊടിച്ചല്ലേ അളിയ കഴിക്കുന്ന. നിനക്ക് ചോറ് ഇഷ്ടമാണോ സുഹൃത്തന? ചോറ് ഇഷ്ടം ആണല്ലോ. എന്ന് വിചാരിച്ച് നിന്റെ ബാക്കിയകത്ത് കുറച്ച് അരി മാരിയിട്ട് വെള്ളം ഒഴിച്ച് അടുത്ത് പിടിച്ചിരിക്കാൻ മതി. ചോറ് ചോറായിട്ട് തരണ്ടേ, പപ്പടം പപ്പടമായിട്ട് തരണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. നമ്മളെ കുളം വന്ന തറവാട്ട് ചില ചിട്ടകളുണ്ടാ. ചിട്ടകള കാര്യമൊന്നും പറയണ്ട. ഇവിടെ ഇത്രയും ബഹളം അടി നടന്ന സമയത്ത് നിങ്ങൾ സ്വന്തം ഭാര്യ ആ പുളുന്നറി വീണപ്പോഴത്തേക്ക് അത് മൈൻഡ് ചെയ്യാതെ രസത്തിൽ വീണ നിങ്ങൾ അമ്മ രക്ഷിച്ച പുള്ളിയാണ് നിങ്ങൾ. സുദർശന, പുളുങ്കറി വീണ എന്റെ ഭാര്യ രക്ഷിക്കാൻ 1000 കൈ വരും. 65 വയസ്സുള്ള മുടി നരച്ച എന്റെ അമ്മച്ചി രസത്തിൽ വീണതേ രക്ഷിക്കാൻ ആരും വരില്ല, ഞാൻ തന്നെ പോയി എടുക്കണം. ആ പാവം പിടിച്ച സ്ത്രീയെ വേറെ ആരും വരൂലടാ. പക്ഷേ കൊല ചതിയായി പോയി. കല്യാണം മുടങ്ങിക്കളത്തറിയാം. കൊല ചതിയായി പോയി. അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറെ പെൺകുച്ചുണ്ട് തോട്ടക്കാട്. എവിടെ? നല്ല സുന്ദരിയായ പെണ്ണ് സുമ, അവളെ നോക്കാം. അളിയ പട്ടിണി ഇറക്കുന്നെന്നും പറഞ്ഞ ആരെങ്കിലും പടക്കെടുത്ത് കടിക്കോളിയ. അല്ല, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ നാടിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എന്തൊരു കല്യാണം, എന്തൊരു ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കല്യാണ വീട്ടിൽ ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും തമ്മിലടി. സാമ്പാറിൽ വീണോരും പുളിശ്ശേരിയിൽ വീണോരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, എല്ലാവരും കൈയും കാലും കഴുകിയിട്ടേ വണ്ടിക്കകത്ത് കയറാവൂ. ഒന്നിനെ ഞാൻ കൊണ്ടുപോകത്തില്ല. നിങ്ങളാരും വരില്ലേ? കൈയടിച്ചോടി ഇവിടെ ഇരിക്കുന്നവള വണ്ടി ഇപ്പം വരും. ഇത്രയും അടിയും ബഹളവും നടന്നില്ലേ? ഈ പൊടിച്ചിലെടുത്ത് മാത്രം ആരെയും കൈകൾ നടന്നില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് ആരും അടികൂടാൻ വരാത്തത്. ഈ കെട്ടുകാഴ്ചയൊക്കെ നമുക്ക് തൊട്ടു തൊഴുതേ ശീലമുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ കെട്ടുകാഴ്ചയുടെ അടുത്ത് പോകും. നമ്മുടെ കുടുംബത്തിൻ്റെത് നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നടന്ന ഈ കൂട്ടത്തിൽ എന്റെ ഹസ് എവിടെയാണെന്ന് അറിയത്തില്ല ഭഗവാൻ. ഹസല്ലേ തോണ്ട ആ ചെവിയില് മുരിങ്ങക്കായി വെച്ചോണ്ടിരിക്കുന്ന. അതെങ്ങനെ മനസ്സിലായി? ഞാനല്ലേ അവിയിൽ തള്ളിയിട്ടത്. അതെ, എന്റെ ചേട്ടന് അവിയൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിയൽ തട്ടാവിന്നവൻ കയറിയില്ലെന്ന് ഇങ്ങനെ കിടന്നടിക്കുന്നു. അവിടെ മറ്റേ ഒരു വെള്ളക്കലിക്ക് വെച്ചേക്കല്ലേ സ്കോഷ്, അതിന്റെ കളർ അങ്ങനെ ഇരിക്കുന്നേ. അയ്യോ, അത് സ്കോഷ് കലിക്ക് വെച്ചേക്കല്ല, പിന്നെ സ്കോഷിൽ ആമ കിടക്കണ. ഓ, അത് സ്കോഷിൽ ആമ കിടക്കുന്നല്ല. പൊക്കം കുറഞ്ഞൊരു മാമൻ ഫുട്പാത്തിൽ നിന്ന് ഒരു കള്ളർ നിൽക്കണം മേടിച്ചിട്ടുണ്ട് കല്യാണത്തിന് വന്ന്. അടിയെടുത്ത സമയത്ത് ആരാ പൊക്കെ എടുത്ത് വെള്ളത്തിട്ടെന്ന്. കള്ളറവിയതല്ലേ ഇത്, സ്കോഷെന്ന് പറഞ്ഞ് നടക്കുക. ഒരു ഗ്ലാസ് ഞാൻ എടുത്ത് കുടിച്ചും പോയി പൊന്നമ്മച്ചി. ആ ഉള്ള അടി കൂടുന്നതിന്റെ ഇടയിൽ എടുത്തങ്ങണ്ട ടേബിൾ ഫാൻ ചരിച്ചിട്ടിട്ട് രമ്പ ഇരുന്ന അഴകിയലയില കളിക്കണക്കിരുന്ന് കളിക്കുന്നു. അയ്യോ, അത് അഴകിയലയില കളിക്കണമല്ല, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സുനി അടിയിടുന്നോണ്ടിരുന്നപ്പോഴേ എന്റെ അടുത്തൊന്നും ഒരു ക്ലോസപ്പ് എന്ന് പറഞ്ഞു. പാൻറ് ഇങ്ങനെ വലിച്ചങ്ങ് പിടിച്ച് ഒരു ബക്കറ്റ് അച്ചാറിഞ്ഞെടുത്തിട്ട് ഒരു തട്ടക്കം പുകച്ചില് പുകച്ചില്. അങ്ങനല്ലേ ഈ ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് കാറ്റുള്ളൂ. നമ്മൾ അച്ഛനെ പോയാ അച്ഛനെ കാണാനില്ലെന്ന്. നിന്റെ അച്ഛനല്ല പായസത്തെ ആടി നടന്ന സമയത്ത് പായസത്തെ എടുത്ത് ആടിയത്. പിന്നെ അത് കേട്ടോണ്ട് അമ്മ ആറ്റോടത്തിന്റെ പ്രവേശത്തോടി. അതെന്തൊരു സ്ത്രീയാണിത്? സ്വന്തം ഭർത്താവ് പായസത്തിൽ കിടക്കുമ്പം ഇഷ്ടപ്പെടുത്താതെ ഓടി എന്തൊരു സ്ത്രീ? ഇതേ ചോദ്യം ഞാൻ എടുത്ത് ചോദിച്ചെന്ന്. അപ്പൊ എവന്റെ അമ്മ പറയണേ, അടി പിടിച്ചാന്നോ എനിക്ക് വേണ്ടേന്ന് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പറയാൻ പറ്റും ഓരോ കാര്യങ്ങൾ. ഇത് എന്തൊരു തറവാടാണിത്? വിദ്യാഭ്യാസം ഇല്ലാത്തൊരു തറവാട്. ഈ കല്യാണാലോചന വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇതിവിടെ നടക്കത്തില്ല എന്ന്. സംഭവം എന്താണെന്നറിയാമോ? ഇവിടെ നടക്കുന്ന ബഹളങ്ങൾ മൊത്തവും നമ്മൾ CCTV ക്യാമറയിലും മറ്റതിലും കണ്ടു. ഞങ്ങൾ ഈ തള്ളിന്റെ കേസ് കോടതിയിൽ കൊടുക്കും. ഇത് മാരേജ് ആക്ട് പ്രകാരം സെക്ഷൻ 3421, സെക്ഷൻ 3461 ഇങ്ങനെയുള്ള കേസുകളായിട്ട് മാറും. ഇതിന് പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുണ്ട്. ആരുണ്ടെന്ന്? സാക്ഷി. ഇത് സത്യം പറഞ്ഞ ഈ സ്ത്രീ എനിക്ക് കറക്റ്റ് മനസ്സിലായി. ആരാണ്ട മനസ്സിലായില്ലേ? എന്റെ പെണ്ണിന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള മാമിയാണ്. വിദ്യാഭ്യാസമുള്ള എങ്ങനെ സാക്ഷിയാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്തായിരിക്കും യാരാലാവേ? അല്ല, മാമിയുടെ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ മാമിയുടെ കുടുംബം എവിടെ മാമി? എന്റെ കുടുംബക്കാര് വന്നിരുന്നെങ്കിൽ ഇന്നവന്മാർ ഇവിടെ കിടന്ന ഉരുണ്ടാനേ. കുടുംബക്കാർ ആരാണ്? കുടുംബക്കാർ വരാൻ പറ. എന്റെ കുടുംബക്കാരൊക്കെ അങ്ങ് വയനാട്ടിലാണ്. വയനാട് എവിടെയാണ്? വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂപടം വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലങ്ങ് മുകളിലാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് നടക്കും. വയനാട് എവിടെ? അല്ല, വയനാട്ടിൽ എല്ലാരും വന്നാ മാമി? വന്നു, പക്ഷെ എന്റെ അച്ഛൻ മാത്രമേ വന്നില്ല. അയ്യോ, അതെന്ത്? വയനാട്
കാട് കാടാണല്ലോ. എന്റെ അച്ഛന് ഈറവിട്ടായിരുന്നു ജോലി. കുട്ടിക്കാലത്ത് 6 വയസ്സുള്ളപ്പം അപ്പോഴും എന്നെ പൊടിച്ചീനെ വിളിക്കും അച്ഛൻ. എന്നെയും എന്റെ അനിയനെയും കൊണ്ട് അച്ഛൻ ഈറവെട്ടാൻ പോയപ്പോ പുലി ഇറങ്ങിയിട്ട് അച്ഛൻ എന്റെ കയ്യിൽ എന്റെ അനിയനെ തന്നിട്ട് പറഞ്ഞു ഓടിക്കോടി പിടിച്ചേന്ന് പറഞ്ഞു. അച്ഛന് പുലി പിടിച്ചു. ഞാൻ പാറപ്പടേനെ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു കൊല്ലണം മാമ, പുലിയെ കൊല്ലണം മാമ. ആളെ മനസ്സിലായില്ലേ? ഇല്ല. പുലിമുരുകന്റെ പെങ്ങള് പുലിപ്പൊടിച്ച് വില അറിഞ്ഞൂടാത്തോണ്ട് അച്ഛൻ മരിച്ചതിനൊക്കെ വില അറിഞ്ഞൂടാത്തോണ്ടാണ്. ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ ഇത്തിരി ചുറ്റിക്കളിയുള്ള തറവാടാ, വട്ടമുള്ള തറവാടാ, വെച്ചച്ചാറുള്ള തറവാട്. എല്ലാ അച്ചാറും വെച്ചല്ലേ, പിന്നെന്തോന്ന് അച്ചാർ? അതിൽ നിന്ന് പിന്നെ വെച്ചാരതിനുള്ള തറവാട്. എന്റെ അമ്മൂമ്മ മരിച്ചുപോയി. ഞാൻ രാവിലെ കാപ്പി കുടിക്കാൻ നേരത്ത് അമ്മൂമ്മേന്റെ ദേഹത്ത് കൂടും. ദേഹത്ത് കൂടിയ മാത്രമേ ഞാൻ കാപ്പി കുടിക്കൂ. ഉച്ചയ്ക്ക് ചോറ് തിന്നുമ്പം എന്റെ അമ്മൂമ്മ ദേഹത്ത് കൂടും. എന്നിട്ടേ ഞാൻ ചോറ് കഴിക്കൂ. അത്താഴം കഴിക്കുമ്പോഴും അമ്മൂമ്മ എന്റെ ദേഹത്ത് കൂടും. എന്നിട്ട് ഞാൻ ചോറ് കഴിക്കൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാ അമ്മൂമ്മയുടെ പേരും പറഞ്ഞ് ചണ്ണ ഉണക്കാടിച്ച് കേട്ടോ. നീ നമ്മുടെ കുടുംബത്തിലൊന്ന് കയറണവനെടാ. ജീവിതത്തെ കുറിച്ച് പഠിക്കണം, ഭാര്യ ഭർത്ത ബന്ധത്തെ കുറിച്ച് പഠിക്കണം. നിസാർ ഒരു പപ്പടത്തിന്റെ പേരിൽ ഇപ്പൊ തമ്മിൽ തല്ലിയുണ്ട്. പെണ്ണു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോലെയാണ്. ഇതിലെ ഡ്രൈവറാണ് ഭർത്താവ്, ഭാര്യയാണ് ടീച്ചറ്, യാത്രക്കാരാണ് നമ്മുടെ സ്വന്തക്കാര്. ഈ സ്വന്തക്കാരും ടീച്ചറും അറിയാതെ ഇതിലോട്ട് കള്ള വണ്ടി കയറാൻ ആള് കയറും. ഇത് പക്ഷേ ഫ്രണ്ടിൽ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അറിയില്ല. അത് നിങ്ങളുടെ വീടിന്റെ ആ ഭാഗത്തുള്ള ട്രെയിൻ, നമ്മുടെ വീട്ടിലെ ട്രെയിൻ, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള ട്രെയിനില്ലേ ഒരു കരിയിലിറങ്ങി അപ്പൊ ഞാൻ പൊക്കും. അത് വേറെ ടീം. എന്തിനാ കുടുംബത്തെ കളിയാക്കുന്നു? ചെറുക്കിന്റെ ചുറ്റുപാടുകൾ എല്ലാം നോക്കിയല്ലോ. ചെറുക്കിന് സിവിൽ സ്കോർ കുറവാണ്, ഒട്ടുമില്ല. എടാ ഞാൻ പറഞ്ഞാടാ ആ രാജേഷിന്റെ കൊച്ചുകളുമായിട്ട് ആ കുളത്തിൽ പോയി കിടന്ന് കുളിക്കില്ലെന്ന്. അതായിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട്. അത് മാത്രമല്ല ഏറ്റവും വിഷമം ജാതകം വെച്ച് നോക്കി. അപ്പോഴവർ പറഞ്ഞെന്തറിയുമോ? പൂരത്തിൽ മൂല നടക്കത്തില്ലാന്ന്. ഇത് ആര് പറഞ്ഞ? ജോസ്യം പറഞ്ഞു. പൂരത്തിനല്ലേ മൂലകളെല്ലാം കൂടെ നടക്കുന്നത്. അത് നമ്മളെ നടക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൈ മൂല നടക്കൂ.